നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഏകാദശിയെക്കുറിച്ചാണ്. ഏകാദശി എന്നാൽ സർവാഭീഷ്ട ദിവസമാണ്. ഏപ്രിൽ 8-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഏകാദശി വരുന്നത്. ജീവിത സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടി, വിവാഹം പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടി, ഭൂമി വാങ്ങുന്നതിന് വേണ്ടി, സർവ്വകാര്യങ്ങളും പെട്ടെന്ന് സാധിക്കാൻ വേണ്ടി ഏകാദശി, നമ്മളിവിടെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനല്ല പറയുന്നത്. നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട്, കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട്. തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്നത് ശൈവ വൈഷ്ണവ ചൈതന്യമായി കലിയുഗത്തിൽ സത്യയുഗാരംഭത്തിൽ സ്വയംഭൂവായി അവതരിച്ച ഭഗവാനാണ്. ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ ഷർട്ടൊന്നുമില്ലാതെ പ്രവേശനം നൽകാവുന്ന ലോകത്തിലെ ഏക നാഗരാജക്ഷേത്ര സന്നിധി നിലവറയാണ്. അവിടെ നിങ്ങളുടെ ഭവനങ്ങളിലും ഉണ്ടാകുന്ന പച്ചപ്ലാവില, വാഴയില, അടയ്ക്കാമര, പൂക്കുല, വീട്ടിൽ പിടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റില, അടയ്ക്കാം, മുക്കുറ്റി, കറുക, കൂളയിൽ ഏത് ദ്രവ്യം കൊണ്ടെന്ന് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഒരു നൂറുമാല നടത്തി തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം. അപ്പോൾ ആ ഭഗവാന്റെ പത്തിയിൽ കുടിയിരിക്കുന്ന പ്രണവമലയിൽ 26 ദേവതകളുണ്ട്. അതിൽ തന്നെ തിരുപ്പതി വെങ്കടാചലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനുമുണ്ട്. അപ്പോൾ കൂടുതലും നമ്മളെപ്പോഴും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വഴിപാട് ചെയ്യുന്നതും മഹാവിഷ്ണുവിനും അവതാര വിഷ്ണുവിനുമാണ്. അപ്പോൾ ഇവിടെ മഹാവിഷ്ണുവും അതേപോലെ ഭഗവാന്റെ 10 അവതാരങ്ങളിൽ ഉത്കൃഷ്ടമായ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനും രണ്ടുപേരും തുല്യതയിലിരിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ 108 താമരമുട്ട് വെണ്ണയിൽ മുക്കി മഹാസുദർശനം ചെയ്താൽ നിങ്ങളുടെ ഏത് കാര്യവും സാധിക്കാം. അത് മഹാവിഷ്ണു ഭഗവാനും ചെയ്യാം, ശ്രീകൃഷ്ണ ഭഗവാനും ചെയ്യാം. അപ്പോൾ രണ്ടുപേർക്കും ചെയ്യണമെങ്കിൽ 33,000 രൂപ വേണം. ഇത് തന്നെ പാക്കേജാണെങ്കിൽ വെറും 1000 രൂപയ്ക്ക്. അപ്പോൾ 2000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം, മഹാവിഷ്ണു ഭഗവാൻ 1000 രൂപയ്ക്ക്, ശ്രീകൃഷ്ണ ഭഗവാൻ 1000 രൂപയ്ക്ക്. അങ്ങനെ ഒരു 3 മാസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ ഒരുമാതിരി തടസ്സപ്പെട്ടെടുക്കുന്ന കാര്യങ്ങളെല്ലാം, ഭൂമിയുടെ കാര്യമായാലും അതേപോലെ വിവാഹ കാര്യമൊക്കെ ആയാലും പെട്ടെന്ന് നടക്കും. വിദ്യാഭ്യാസമായാലും വിദേശ ജോലിയാണെങ്കിലും എല്ലാം നടക്കും. അപ്പോൾ ഒന്ന് പരീക്ഷ പോകുക. 6,000 രൂപയുടെ മുടക്കല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാറുണ്ട്, എത്ര തടസ്സം ഉണ്ടെങ്കിലും സകല തടസ്സം മാറണമെങ്കിൽ ആവാനുഭൂതിയിൽ പങ്കെടുക്കണം. അപ്പോൾ അതിലേക്ക് നിവൃത്തിയിൽ നമ്മൾ പ്രണവമലയിൽ എത്തുക. 27 ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പരീക്ഷണം നടത്തുക. അതിനുശേഷം താഴെ കൗണ്ടറിൽ എത്തുമ്പോൾ ഒരു ചരട് വാങ്ങി ധരിക്കുക. 100 കൊടുത്താൽ മതി. അയച്ച 150 രൂപ. അങ്ങനെ 27 ദിവസം വരെ അതിൻ്റെ ഗുണം ഉണ്ടാകുക. അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക. ആ ഏലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്യാം. പ്രണവമലയിൽ തന്നെ ചെയ്യാം. നിങ്ങൾ നാരയമലയും കൊണ്ട് നമ്മൾ സാധാരണ ക്ഷേത്രം സമ്മതിക്കില്ല. അപ്പോൾ പ്രണവമലയിൽ 11 ദുർക്കരങ്ങളോടൊരു മഹാഗണപതിക്ക് അങ്ങനെ 7 ദിവസം അടുപ്പിച്ച് മാല ചാർത്തി 108 ഗണപതി ആകുമ്പോൾ 1000 രൂപയുടെ പാക്കേജ് ചെയ്താൽ 1400 രൂപയുടെ വഴിപാട് എല്ലാ മാസം ചെയ്ത് 1.5 വർഷം വരെ ഏലസിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അപ്പോൾ ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ ഏകാദശി എന്ന് പറഞ്ഞാൽ സർവാഭീഷ്ട ദിവസമാണ്. അപ്പോൾ 27 ദേവതകൾക്കും 10 രൂപയുടെ ജലാഭിഷേകം നടത്തുക. 270 രൂപ. അത് ചെയ്താൽ പോലും മാറ്റം കാണാം. 27 ദേവതകൾക്കും നാളികേരം മുട്ടറക്കൽ നടത്താം. 2700 രൂപ. 27 ദേവതകൾക്കും നിവേദ്യം നടത്താം. 2700 രൂപ. 27 ദേവതകൾക്കും ഭാഗ്യസൂക്തം നടത്താം. 810 രൂപ. 27 ദേവതകൾക്കും ശിവവേലി അർച്ചന നടത്താം. 1620 രൂപ. 27 ദേവതകൾക്കും ആയുധ സമർപ്പണം നടത്താം. ഇന്നത്തെ ദിവസമായതുകൊണ്ട് പാക്കേജായിട്ട് ചെയ്യാം. നേരിട്ട് വന്നാൽ 7000 രൂപ, ഓൺലൈനാണെങ്കിൽ 8450 രൂപ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഏകാദശി ആയതുകൊണ്ട് നാളികേരം മുട്ടറക്കൽ അവിടേക്ക് മാത്രം ചെയ്യുന്ന 100, 100, 200 ചെയ്യാം. കൂടെ പേരമംഗലത്തപ്പൻ്റെ ഒരു നാളികേരമുണ്ട്. അപ്പോൾ 300 രൂപ ഉണ്ടെങ്കിൽ 3 ക്ഷേത്രത്തിൽ, അതായത് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും പേരമംഗലത്തപ്പനും മുട്ടറക്കൽ നടത്താൻ പറ്റിയ ദിവസമാണ്. പിന്നെ അതുകൂടാതെ പാൽപ്പായസം, അവിൽ, അട, അപ്പം, പൂവൻപഴം, കദളിപ്പഴം, പിന്നെ അഭിഷേകങ്ങൾ, ചുറ്റുവിളക്ക് പൂജ, നാണയപ്പറ, ആൾരൂപ സമർപ്പണം, ഇതെല്ലാം ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസമാണ് പ്രണവമലയിലെ ഏകാദശി എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാട് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളെ കാര്യം വിവാഹം ചെയ്താൽ ഇതിലെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത്, എപ്പോഴാണ് മരണം സംഭവിക്കുക, ജോലി ഏതാണ്, ഗവൺമെൻറ്റാണോ വിദേശമാണോ, ഡോക്ടറാണോ എഞ്ചിനീയറാണോ IAS ആണോ IPS ആണോ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണോ കലാകായികപരമായ കഴിവുള്ളയാളാണോ, എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ചെറുപ്പം മുതൽ ഒരാഗ്രഹം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിച്ച് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ്, ഏറ്റവും നല്ല മാർഗ്ഗമാണ് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ ജാതകം എഴുതി വാങ്ങുക. അല്ല കമ്പ്യൂട്ടർ ജാതകത്തിലൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ.
അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസ്ഥായി നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നടത്തുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളുടെ കൊണ്ടും ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെയാണ് സനാതന ധർമ്മ സംഘം എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ ജാതിയോ മതമോ വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാൻ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും തിരുവുത്സവമായി കൊണ്ടാടുന്ന പ്രണവമലയിലേക്ക് 5 നാഗദേവതകൾ തുല്യ പ്രാധാന്യത്തോട് വിളങ്ങുന്ന പ്രണവമലയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും സനാതന ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം ഓരോ മനുഷ്യൻ്റെയും ജീവിതം തിരികെ പിടിക്കുന്നതിനുള്ള മാർഗ്ഗമാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇതോടൊപ്പം നിരവധി അനുഭവസാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട്. അല്ലാതെ ഇതുകൊണ്ട് തട്ടിപ്പ് വെട്ടിപ്പൊന്നുമില്ല. ധൈര്യമായിട്ട് ഫോളോ ചെയ്ത് അവനവൻ്റെ ജീവിതം, നമ്മുടെ ജീവിതത്തേക്കാൾ വലുതായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പറയുന്ന 4 കാര്യം: ധർമ്മദേവത പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തുശിരക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. ചെയ്തു കഴിഞ്ഞാൽ ജീവിതം തിരിച്ചൊടുക്കുക. പിന്നീട് എപ്പോൾ തടസ്സം വന്നാലും മാറ്റുന്നതിന് ചെറിയ പൈസയിൽ, ചെറിയ ദക്ഷിണയിൽ ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഇത് വിഷ്ണുവാണ്, പെരുമ്പാവൂരിൽ നിന്ന് വരുന്നത്. 2016 ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും. വീഡിയോ കണ്ടുവന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പൂജയിലേക്കാണ് വരുന്നത്. സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ മാറ്റുന്നതല്ല, അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, ജോലി തടസ്സങ്ങൾ, അങ്ങനെ. അത് കഴിഞ്ഞ് ആവാഹന പൂജ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുത്ത് ഇപ്പോൾ പെരുമ്പാവൂർ ശിക്ഷനായിട്ട് ജ്യോതിഷം നോക്കാനിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുത്തു. ആളെ കണ്ടറിയാലോ നല്ലോണം തിരുമല. അപ്പോൾ തിരുമലിൻ്റെ ക്ലിനിക്കും ഉണ്ട്. അപ്പോൾ 2 കാര്യം നടക്കും. ആളുടെ അടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം. അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ട് വല്ല നീരിൻ്റെ പ്രശ്നം തന്നെ അത് തിരുമലും അങ്ങനെയുള്ള കാര്യമുണ്ട്. അത് എല്ലാ മാസത്തിലും ഒരു 4-5 പ്രാവശ്യം, 5 അതിൽ കൂടുതൽ. കാരണം ഇവിടെ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ച് ഒരു 10-30 കിലോമീറ്ററിൻ്റെ 35 കിലോമീറ്ററാണ് ഉള്ളത്. എന്തായാലും ആൾ എല്ലാ മാസത്തിലും ഒരു 4-5 പ്രാവശ്യം, 5 തോന്നുന്നു, ഒരു മാസത്തിൽ പല പ്രാവശ്യങ്ങളിൽ ക്ഷേത്രത്തിൽ വരും. അപ്പോൾ നല്ലൊരു ഭക്തനും കൂടിയാണ്. അപ്പോൾ ആൾക്ക്, നിങ്ങൾക്ക് പെരുമ്പാവൂരുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ അതിനുശേഷത്തിൻ്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ ഇതിൽ ധൈര്യമായിട്ട് പോകാം. അതോടൊപ്പം തന്നെ തിരുമൽ ക്ലിനിക്കും ഉണ്ട്, അതിൽ പോയി പങ്കെടുക്കാം. അപ്പോൾ ധൈര്യമായിട്ട് കാണുക. ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിന് കുറേ മാറ്റം ഉണ്ടാവും. നമസ്കാരം. ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതന ധർമ്മ സംഘത്തിൻ്റെ SDS സനാതന ധർമ്മ സംഘം എന്ന് പറയും. രാമേന്ദ്രൻ എന്നാണ് പേര്. ഒരു 1.5 വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത്. ആദ്യമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും. ഏലസ് വാങ്ങി ധരിച്ച അന്ന് തന്നെ ആൾക്ക് 70,000 കിട്ടും. അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും. പൂജ കഴിഞ്ഞ് പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു. പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം 40 പേരുണ്ടെങ്കിൽ സ്റ്റാർട്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ്. കാരണം ഇതെല്ലാം മണ്ടത്തരമാണ്, അന്ധവിശ്വാസമാണ്, കൂടത്തരമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞത്. പക്ഷെ നമ്മളറിയേണ്ടത് നമ്മുടെ സമയം. ഇപ്പോൾ രാമചന്ദ്രനൊക്കെ അന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഏലസ് വാങ്ങി ധരിച്ചു. അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി. പിന്നെ ഒന്നും ആലോചിച്ചിരുന്നില്ല, വേഗം പൂജയിലേക്ക് എത്തി. പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു. സനാതന ധർമ്മ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക. ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ എന്നിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. ഇത് സിബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചങ്ങനാശ്ശേരി താലൂക്ക് സനാതന ധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ അതുകൂടാതെ ശിഷ്യനാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കൽ എന്നുള്ള രീതിയിലാണ്. 2022 ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ ഏലസ് വാങ്ങി ധരിച്ചു. അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജ കഴിഞ്ഞിട്ട് 1 വർഷത്തിന് മേലെയായി. നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, തെക്കോട്ട് പോകുന്തോറും ഇതൊന്നും പറഞ്ഞ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല, തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്നുള്ള രീതിക്കും. പക്ഷേ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിബിക്ക് നല്ല ബോധ്യം വന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു. ഏലസ് ധരിച്ചു. കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായില്ല, എല്ലാം തീർന്നിട്ട് ഇവിടെ എത്തുള്ളൂ. പക്ഷേ അപ്പോൾ അതിനുള്ള പോകുമ്പോഴുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഏലസ് ധരിക്കുക. ഏലസ് ധരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാളിനുള്ളിൽ തന്നെ പൈസ വരും. പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പോൾ തന്നെ പൂജയിലേക്ക് എത്തി. പിന്നെ ജ്യോതിഷം പഠിക്കണം തോന്നി. കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും. അപ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാനും സാധിക്കും. മറ്റൊന്ന്, മറ്റൊരു 10 പേർക്കെങ്കിലും വഴി കാണിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. ഇപ്പോൾ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ തന്നെ
ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.